എല്ലാവർക്കും ഒരു നല്ല നമസ്കാരം. നമുക്കിന്ന് ബിയോണ്ട് ദ ഫോർ വർണ്ണാസ് ഇൻ്റഗ്രേഷൻ, ചതുർവർണ്ണങ്ങൾക്കപ്പുറമുള്ള സമന്വയം എന്താണെന്ന് നോക്കാം. There were populations whose social practices were not influenced by Brahmanical ideas. ബ്രാഹ്മണ നിയമാവലികൾ സ്വാധീനിക്കാത്ത സാമൂഹ്യ ആചാരക്രമങ്ങളുള്ള നിരവധി ജനസമൂഹങ്ങൾ ഇന്ത്യയിലുണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ. They were referred in Sanskrit text as odd, uncivilized, animal-like, etc. For example, the forest dwellers, Nishadas, nomadic pastoralists, non-Sanskritic language groups, etc. സംസ്കൃത ഗ്രന്ഥങ്ങളിൽ ഇവരെ അപരിഷ്കൃതർ, ഒറ്റപ്പെട്ടവർ, മൃഗതുല്യർ എന്നൊക്കെയാണ് വിശേഷിപ്പിച്ചിരുന്നത്. ഉദാഹരണത്തിന് വനവാസികൾ, നിഷാദന്മാർ, അലഞ്ഞു തിരിഞ്ഞ നടക്കുന്ന ഇടയ സമൂഹം, സംസ്കൃത ഭാഷ സംസാരിക്കാത്ത വിഭാഗം, അവരെ മ്ലേച്ഛരെന്ന് വിളിച്ചിരുന്നു. അത്തരം ഗ്രൂപ്പുകാരെയാണ് അപരിഷ്കൃതരെന്ന് സംസ്കൃത ഗ്രന്ഥങ്ങൾ വിശേഷിപ്പിച്ചത്. ബട്ട് ദെയർ വാസ് ഷെയറിംഗ് ഓഫ് ഐഡിയാസ് ആൻഡ് ബിലീഫ്സ് ബിറ്റ്വീൻ ദീസ് പീപ്പിൾ. എന്നിരുന്നാലും ജനങ്ങൾ അവരുടെ ആശയങ്ങളും വിശ്വാസങ്ങളും പരസ്പരം പങ്കുവഹിച്ചിരുന്നു. അതായത് അവരുടെ ഇടയിൽ സമന്വയം ഉണ്ടായിരുന്നു. ഉദാഹരണത്തിന് നിങ്ങൾ പുസ്തകത്തിൽ തന്നിട്ടുള്ള മഹാഭാരതത്തിലെ ഭീമൻ ഹിഡിംബി കഥ വായിക്കുക. നെക്സ്റ്റ് ഈസ്, ഇവിടെ സ്റ്റോറി നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, എ ടൈഗർ ലൈക്ക് എ ഹസ്ബൻഡ്, യു ഗോ ത്രൂ ഇറ്റ്, അത് വായിക്കാം. നെക്സ്റ്റ് ഈസ് ബിയോണ്ട് ദ ഫോർ വർണ്ണാസ്, സബോർഡിനേഷൻ ആൻഡ് കോൺഫ്ലിക്റ്റ്, ചാതുർവർണ്ണങ്ങൾക്കപ്പുറം അടിമത്വവും സംഘർഷവും എന്താണെന്ന് നോക്കാം. ബേസ്ഡ് ഓൺ ദ നേച്ചർ ഓഫ് ആക്ടിവിറ്റീസ് പെർഫോംഡ്, ബ്രാഹ്മണാസ് ക്ലാസിഫൈഡ് പീപ്പിൾ ആസ് പ്യുവർ ആൻഡ് പൊല്യൂട്ടിംഗ് ഓർ ചണ്ടാളാസ്. ചെയ്യുന്ന പ്രവൃത്തിയുടെ സ്വഭാവമനുസരിച്ച് ബ്രാഹ്മണർ ജനങ്ങളെ ശുദ്ധ ഗ്രൂപ്പെന്നും അശുദ്ധ ഗ്രൂപ്പെന്നും അല്ലെ ചണ്ടാളർ എന്നും രണ്ടായി തരംതിരിച്ചിരുന്നു. സമൂഹത്തിൽ അങ്ങനെ ഒരു വേർതിരിവുണ്ടായിരുന്നു. വാട്ട് ഈസ് പ്യുവർ? പ്യുവർ എന്താണെന്ന് നോക്കാം. ദോസ് ആക്ടിവിറ്റീസ് കണക്റ്റഡ് വിത്ത് sacred rituals were called as pure. The pure must avoid taking food from untouchables. യാഗങ്ങൾ പോലുള്ള ആചാര അനുഷ്ഠാന കർമ്മങ്ങൾ ചെയ്യുന്ന പ്രവർത്തികളെയാണ് ശുദ്ധ ഗ്രൂപ്പിൽപ്പെടുത്തിയിരിക്കുന്നത്. അവർ ഈ ശുദ്ധ ഗ്രൂപ്പിൽപ്പെട്ടവർ അശുദ്ധ ഗ്രൂപ്പിൻ്റെ കൂടെ ഇരുന്നോ അവരിൽ നിന്നോ ഭക്ഷണം സ്വീകരിക്കുവാൻ പാടുണ്ടായിരുന്നില്ല. ദെൻ ഹൂ വെയർ അൺടച്ചബിൾസ്. ആരാണ് അൺടച്ചബിൾസ്? നമുക്ക് നോക്കാം. തൊട്ടുകൂടാൻ പാടില്ലാത്തവർ. Untouchables were those people who were handling activities like handling corpses and dead animals were called as untouchables or chandalas. അതായത് ഡെഡ് ബോഡികൾ കൈകാര്യം ചെയ്യുക, മരിച്ച ജീവിവർഗത്തിൻ്റെ അവശിഷ്ടങ്ങൾ കൈകാര്യം ചെയ്യുക, അല്ലെങ്കിൽ അവയൊക്കെ മറവ് ചെയ്യുന്ന ജോലിയിൽ ഏർപ്പെട്ടിരിക്കുന്നവരെയാണ് അസ്പൃശ്യർ അല്ലെ ചണ്ടാളർ, തൊട്ടുകൂടാൻ പാടില്ലാത്തവർ എന്ന് വിശേഷിപ്പിച്ചിരുന്നത്. ദെയർ ടച്ച് ഓർ സൈറ്റ് വാസ് പൊല്യൂട്ടിങ്. അവരുടെ ഒരു സ്പർശമോ ഈവൻ അവരുടെ ഒരു നോട്ടം പോലുമോ ഈ ശുദ്ധ ഗ്രൂപ്പുകാരെ മലീമസപ്പെടുത്തുമെന്ന് വിശ്വസിച്ചു പോന്നിരുന്നു. ദേ വെയർ പ്ലേസ്ഡ് അറ്റ് ദ ബോട്ടം ഓഫ് ദ സൊസൈറ്റി. ചണ്ടാളരെ സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിലാണ് പ്രതിഷ്ഠിച്ചിരുന്നത്. മനുസ്മൃതി ലേ ഡൗൺ ദ ഡ്യൂട്ടീസ് ഓഫ് ദ ചണ്ടാളാസ്. മനുസ്മൃതിയിൽ പറഞ്ഞിരിക്കുന്നു ചണ്ടാളന്മാരുടെ ഡ്യൂട്ടികൾ അല്ലെ ചുമതലകൾ താഴെ പറയും പ്രകാരമാണ്. ഫസ്റ്റ്, ലീവ് ഔട്ട്സൈഡ് ദ വില്ലേജ്. ഗ്രാമത്തിന് വെളിയിൽ താമസിക്കുക. യൂസ് ഡിസ്കാർഡഡ് യൂട്ടൻസിൽസ്. ഉപേക്ഷിക്കപ്പെട്ട പാത്രങ്ങൾ ഉപയോഗിക്കുക. വെയർ ക്ലോത്ത്സ് ഓഫ് ദ ഡെഡ്. മരിച്ചവരുടെ വസ്ത്രങ്ങൾ ധരിക്കുക.
യൂസ് ഉള്ളി അയൺ ഓർണമെൻറ്റ്സ്, ഇരുമ്പ് കൊണ്ടുള്ള ആഭരണങ്ങൾ മാത്രം ധരിക്കുക. 5th വൺ, കുഡ് നോട്ട് വാക്ക് ഇൻ ദ വില്ലേജ് ആൻഡ് സിറ്റീസ് അറ്റ് നൈറ്റ്. ഗ്രാമങ്ങളിലും നഗരങ്ങളിലും രാത്രികാലങ്ങളിൽ ഇറങ്ങി നടക്കാൻ പാടില്ല. ഡിസ്പോസ് ദ ബോഡീസ് ഓഫ് ദോസ് ഹു ഹാവ് നോ റിലേറ്റീവ്സ്. ബന്ധുക്കളില്ലാതെ മരണപ്പെട്ടവരുടെ ശവശരീരങ്ങൾ അടക്കം ചെയ്യുന്ന ചുമതല ഇവർക്കാണ്. 7th വൺ, സെർവ് ആസ് എക്സിക്യൂഷനേഴ്സ്. ആരാച്ചാർമാരായി പ്രവർത്തിക്കുക അല്ലെങ്കിൽ ആരാച്ചാർമാരായി മാറുക. ദേ ഹാഡ് ടു സൗണ്ട് എ ക്ലാപ്പർ ഇൻ ദ സ്ട്രീറ്റ് ടു അവോയ്ഡ് സീയിങ് ദം. നഗരത്തിൽ പ്രവേശിക്കുന്നതിനപ്പുറം മുമ്പായിട്ട് ഒരു മണി ശബ്ദം ഇവർ പുറപ്പെടുവിക്കേണ്ടതുണ്ടായിരുന്നു. ദാറ്റ് വാസ് റെക്കോർഡഡ് ബൈ ഫാഹിയാൻ, ദ ചൈനീസ് ബുദ്ധിസ്റ്റ് മങ്ക് ഇൻ ദ 5th century CE. ഈ കാര്യം 5ാം നൂറ്റാണ്ട് സിയിൽ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് ബുദ്ധിസ്റ്റ് തീർത്ഥാടകനായ ഫാഹിയാനാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 9th പോയിന്റ്, എക്സിക്യൂഷനേഴ്സ് ആൻഡ് സ്കാവഞ്ചേഴ്സ് ഹാഡ് ടു ലീവ് ഔട്ട്സൈഡ് ദ സിറ്റി. ദാറ്റ് വാസ് ഓൾസോ റെക്കോർഡഡ് ബൈ ഹുയാങ് സാങ്, ദ ചൈനീസ് പിൽഗ്രിം ഇൻ ദ 7th century CE. ആരാച്ചാർമാരും തോട്ടിപ്പണിക്കാരും നഗരത്തിന് വെളിയിൽ താമസിക്കണമായിരുന്നു. 7ാം നൂറ്റാണ്ടിൽ ഇന്ത്യ സന്ദർശിച്ച ചൈനീസ് തീർത്ഥാടകനായ ഹുയാങ് സാങ് ആണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബട്ട് ദിസ് വാസ് നോട്ട് ആക്സെപ്റ്റഡ് ആസ് സച്ച്. മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഈ വിഭാഗത്തിലുള്ളവർ അതേവഴി അംഗീകരിച്ചിരുന്നില്ല. വി ക്യാൻ സീ ദെയർ വെയർ ഹിൻസ് ഓഫ് ഒപ്പോസിഷൻ ഓൾസോ. ഇതിനും എതിർപ്പുകൾ ഉണ്ടായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് മനസ്സിലാക്കുന്നതിനായിട്ട് നിങ്ങൾ